ആ ചോട്ടി ഇതന്നെ ഇവിടെ എന്നും കല്യാണമാണ്. ഇന്ന് പൊളിച്ചോണ്ട് പോയില്ലേ? ഇതാര് കുഞ്ഞാപ്പോ? ഫാത്തിമ എന്റെ നാട്ടുകാർ ഗസ്റ്റുകൾ വന്നിരിക്കണു. വരുന്നു പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെ ഞങ്ങളുടെ ജീപ്പിനാ വന്നേ. എന്താ കുഞ്ഞപ്പോ വിശേഷിച്ച്? എന്ത് ചെയ്യാനാ, ഓരോ പ്രശ്നങ്ങള്. പ്രശ്നം? എന്ത് പ്രശ്നം? അയ്യോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് അല്ലറ ചില്ലറ സാമൂഹിക പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഓടുന്നത്. പറഞ്ഞു ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണല്ലേ? അതെ, ഇവൻ ജില്ലാ സെക്രട്ടറി, ഞാൻ ഖജാൻജി. അതെ. ഇന്നലെ ഫാത്തിമയുടെ കോളേജിൽ നിന്ന് കല്യാണം കൂടാൻ വന്ന കുട്ടികൾ ചേർന്ന് ഒപ്പന കളിച്ചില്ലേ? ആ കൂട്ടത്തിന് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്താ, കല്യാണാലോചന വല്ലതും ആണോ? ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് ബഷീർ ഇന്നലെ കല്യാണപ്പുര വെച്ച് ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. ബഷീർ പെണ്ണ് കെട്ടി പിള്ളേരുള്ളതല്ലേ? അവന്റെ ഭാര്യ മൂന്നാമത്തെ പേരിന് വീട്ടിൽ പോയിരിക്കും. ഇത് ആ ബഷീർ അല്ല, നിനക്കറിയാത്ത വേറെ ഒരു ബഷീർ ഉണ്ട്. പിന്നെ ഏതാ കല്യാണപ്പുരയില് ഞാൻ അറിയാത്ത ഒരു ബഷീർ വന്നത്? ആട്ടെ, ഈ പെൺകുട്ടിക്ക് ആ ബഷീറിനെ അറിയോ? അറിയാം, അതാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അവര് തമ്മില് പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ പേരറിയില്ല. പേരറിയില്ല. പേര് ചോദിക്കാനുള്ള സാവകാശം ഈ ബഷീറിന് കിട്ടിയില്ല. ആട്ടെ, ഈ കുട്ടി ഏതാ? ഒരു ക്ലൂ തരൂ. ക്ലൂ ഒരു ചുമപ്പ് തട്ടമൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല മൊഞ്ചുള്ള കുട്ടിയായിരുന്നേ. ചുവപ്പ് തട്ടമിട്ട ഓ, ഓളോ? ഓൾഡ് ആക്ട്രസ് റസിയ ഉമർ, ബാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എടാ ചന്ദ്ര, നമുക്ക് ആ സക്കാത്ത് ബീരാനിക്കനെ ഒന്ന് കാണണം. ലോകിക്കാരനാണ് ബീരാൻ. ഇത് നമ്മുടെ മോൻ സെയ്തലവി. ഊട്ടിയിലാണ് പഠിച്ചത്. ഊട്ടിയില് മനുഷ്യന്മാരുടെ പെടലേക്ക് പിടിക്കാനാ പഠിച്ചത്? അതോട്ടല്ല, അന്ന ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ മനസ്സിലാവാത്തൊരു പെടലേക്ക് പിടിക്കണേ എന്തെങ്കിലും ചികിത്സ വേണ്ടേ ആചാര്യ? അത് പിന്നെ ബെല്ലടിക്കാതെ ഓടി വന്ന് കേറിയപ്പോ പിന്നെ ബെല്ലടിക്കാനായിട്ട് ലൈൻ ബസ് അല്ലേ? വന്ന് ഓന് നമ്മുടെ രീതികളും പരിഷ്കാരങ്ങളൊക്കെ മറന്നു. 1ാം ക്ലാസ് മുതൽ ഊട്ടിയിലാണ് പഠിച്ചത്. ഇപ്പൊ തൈവാനിലാണ് ജോലി. ഇന്നലെ രാത്രിയിലാണ് വന്നത്. ആടോ, ഇവന് ഒരു പെണ്ണ് നോക്കണം. ഇത്തവണ അവധി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇവന്റെ നിക്കാഹ് നടത്തണം. അതെ, എന്താ പറഞ്ഞത്? അതൊക്കെ വിദ്യാഭ്യാസം ഉള്ളവർക്കേ മനസ്സിലാവും. അപ്പൊ ഹാജിയാർക്ക് മനസ്സിലായിട്ടില്ല. എന്താ പറയാ? അത് ഹാജിയാരെ ഒരു സന്തോഷ ഭർത്താനം. റസിയ ഉമ്മർ, വടാഞ്ചേരി, താനൂർ PO, മലപ്പുറം. ഇതിലെന്തോ ഗുൽമാൽ ഉണ്ടല്ല. ഓനും തമ്മിൽ ലപ്പല്ലേ? മുഹബത്ത്, ഇഷ്ക്, പ്രേമം. ഈ ഒരു അവസരം പറിച്ചോനായിട്ട് കൊണ്ടുത്തന്നതാ. പയ്യന്റെ കടിയും മാറും, കാക്കാന്റെ വിഷമം തീരും. ഏത് കാക്കാൻ? ആ കാക്കല്ല, പറന്നു കിടക്കുന്ന കാക്കച്ചില്ലേ? അതൊരു പഴഞ്ചൊല്ലാണ് മൊയിലാളി. ബിരനെ, ഓനും ഈ പെൺകുട്ടിയും തമ്മിൽ മുഹബത്ത് എന്നുള്ള സത്യ. പിന്നെ ജീപ്പിലോട്ട് കയറ്, നമ്മള് കുപ്പായം മാറി വരാം. ഇതാരാ വരുന്നത്? അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എനിക്ക് ഇയാൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പടച്ചോനെ അറിയില്ലേ? ഇയാളാണ് സക്കാത്ത് ബീരാൻ. സക്കരാത്ത് പറമ്പിൽ ബീരാൻകുട്ടി. പേര് കേട്ട വ്യക്തിയല്ലേ, ആരും അറിയില്ല. ഇയാളുടെ പേരെങ്കിൽ പുറത്താ. കാണാനും പരിചയപ്പെടാനും സാധിച്ചത് വളരെ സന്തോഷം. പിന്നെ എത്ര കാലായിടോ നമ്മള് കണ്ടിട്ട്? ആചാര്യ നമ്മൾ അവസാനമായിട്ട് കണ്ടത് 10ാം തീയതി നേർച്ചയ്ക്കല്ലേ? അല്ല, ആചാര്യം തമ്മിൽ ഇത്ര വലിയ ലോയിക്കാരാ? സ്കൂൾ മുതലുള്ള പരിചയല്ലേ? സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ഞാൻ താനാളൂർ സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂളിന്റെ മുന്നിൽ ഐസ് കൂട്ട് വെച്ചോടായിരുന്നു മൂപ്പർ. എത്ര ഉറുപ്പ്യന്റെ ഐസ് കൂട്ട എനിക്കും ചങ്ങാതിമാർക്കും കടം തന്നിരിക്കുന്ന അറിയോ? ഇതാണ് ഹാജിയാരി താനാലൂർ ഐസ് ഫാക്ടറി എന്ന് പറഞ്ഞത്. ഐസ് ഫ്രൂട്ട് കച്ചവടമായിരുന്നല്ലേ? അസല്
വീരാനെ ഇനി ഒന്നും ആലോചിക്കേണ്ട ജിത്തിയത് ചേച്ചാലേ ഇങ്ങളല്ലേ അനന്തരവൻ ഓന്റെ സെൽസം മോശമാവോ ഉമ്മറെ ഇന്റെ അനന്തരനായോണ്ട് പറയല്ല ആരാവൻ തേജു പുങ്കവനല്ലേ എന്തുകൊണ്ട് അവന് ചേരുന്ന പെൺകുട്ടിയെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരിഷ്ടപ്പെട്ട കാര്യം പറയണേ, ആരെ സെലക്ട് ചെയ്ത കാര്യം പറയണേ. ഉമ്മറെ ഇപ്പൊ ചായ കൊണ്ടുവന്ന നിങ്ങളുടെ മോള് തിരൂരങ്ങാടി കോളേജിലല്ലേ പഠിക്കണത്. ഇപ്പൊ ചായ കൊണ്ടുവന്നത് എന്റെ കെട്ടിയോളാ ആമിന. അപ്പൊ നിങ്ങൾക്ക് മോളില്ലേ? ഉണ്ട്. എങ്കി വിളിക്കി. ഓള് കോളേജ് ഹോസ്റ്റലിലാ തിരൂരങ്ങാടിയില്. മോളുടെ പേര് റസിയ എന്നല്ലേ? അതെങ്ങനെ അറിഞ്ഞു? എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഉമ്മറെ നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മോള് മെനിയാന്ന് കൊണ്ടോട്ടിയിൽ ഒരു ചങ്ങാഴ്ചയുടെ കല്യാണപ്പുരയിൽ പോയിരുന്ന. നിങ്ങളുടെ മോക്കൊന്നും പറ്റിയിട്ടില്ല, സമാനായിരിക്കും. പറ്റിയത് നമ്മുടെ അനന്തരവനാണ്, കുഞ്ഞാപ്പൂന്. ഓൻ കല്യാണപ്പുരയെ പോയിട്ട് വന്നേ പിന്നെ ഉറക്കൂല. എന്നിട്ട് അനന്തരവനെ ഡോക്ടർമാരെ ആരും കാണിച്ചില്ല. ഇത് അമ്മാരി രോഗമൊന്നുമില്ല ഉമ്മറെ. ചുറ്റിവളമില്ലാതെ പറ ആചാര്യ. ഉമ്മറെ ഇങ്ങടെ മോള് റസിയനെ കൊണ്ട് ഇമ്മടെ അനന്തരവും കുഞ്ഞാപ്പൂനെ നിക്കാഹ് കഴിപ്പിക്കുന്ന കാര്യം ആലോചിക്കാനാണ് നമ്മൾ വന്നത്. എന്താ ആചാര്യ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ? ചെറുക്കനും പെണ്ണും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങടെ സമ്മതമാണ് നമുക്ക് അറിയേണ്ടത്. ആചാര്യ ഉള്ളത് പറയാലോ, ഞാനൊരു പാവം കച്ചവടക്കാരനാണ്. നിങ്ങളെ പോലെയുള്ള ഒരു പ്രമാണിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ള മുതലും പണ്ടൊന്നും എന്റെ കയ്യിലില്ല. ശ്രീധരത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയണത്. അതൊരു 25 പവനും 2 ലക്ഷം റുപ്യയും എന്താ പോരെ കൂട്ടി പറയാ. താനെന്താ പുളിയാങ്കൂന്താരെ പറ്റി വിചാരിച്ചത്? നിങ്ങളുടെ സ്ത്രീനെ കൊണ്ട് ജീവിക്കാൻ വന്ന ചട്ടകളാണെന്നാ എന്റെ അനന്തരം നിങ്ങളുടെ മോളെയാ ചോദിച്ചത്. അതിന് സമ്മതമാണോ? അതാ നമുക്ക് അറിയേണ്ടത്. എന്നാലും ചെക്കനെ കണ്ട് നമ്മളൊന്ന് സംസാരിച്ച് തീരുമാനം എടുക്കുന്നതല്ലേ ഹാജരെ നല്ലത്. എന്നാ നമ്മുടെ കുടുംബത്തിൽ ആ രീതിയല്ല. ഞാൻ തീരുമാനിച്ച ഓ അനുസരിക്കും, ഓൻ തീരുമാനിച്ച ഞാൻ അനുസരിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് കൈ കൊടുത്ത് വാക്ക് പറയണം. എന്നാലും ചെക്കനെ ഞങ്ങളൊന്ന് കാണാണ്ട് സംസാരിക്കാണ്ടും. നിങ്ങൾ ഇങ്ങോട്ട് വരി. ഉമ്മറെ ഇത് പഴയ കാലമൊന്നുമല്ല. നിങ്ങളുടെ മോളും ഉമ്മടെ അനന്തരവും തമ്മി കഴിഞ്ഞ 16 വർഷമായി സ്നേഹത്തിലാണ്. അതിന് ആചാര്യ ഓക്ക് 21 വയസ്സല്ലായിട്ടുള്ളൂ. 16 വർഷം എന്ന് പറയുമ്പോ 5ാമത്തെ വയസ്സ് മുതൽ പ്രേമോ? പടച്ചോനെ. അതേന്ന് 5ാമത്തെ വയസ്സില് ഓളെ പോളിയോ കുത്തിവെപ്പിന് ചക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഓളെ അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ച കല്യാണപ്പുര വെച്ച് കണ്ടപ്പോ നിക്കാഹ് ഉറപ്പിച്ചു. കാരണവന്മാര് നമ്മളിപ്പോ നടത്തി കൊടുത്തില്ലെങ്കിൽ വിഷമടിക്കാൻ ഒളിച്ചോടാ. എന്റെ മാനം പോണ കാര്യ. എങ്കിൽ ഞമ്മള് ഇങ്ങനെ വാക്ക് വിശ്വസിച്ച് സമ്മതിച്ചിരിക്കണം. ഉപ്പ ബിയാണെങ്കിൽ പിടിച്ചോണേ. അയ്യോ ഉപ്പ ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. മുതലാളി ഇതൊന്ന് പിടിച്ചിറക്കിയ മുതലാളി. വീരാനെ ഇത് നിലത്ത് വെക്കാൻ സഹായിക്കണോ? താങ്ക് യു. വീരാനെ ഇവിടെ ഒരു കാല് നാട്ട. ആരുടെ കാല്? എടോ കല്യാണ പന്തലിന്റെ കാല്. എങ്ങനെ വന്നാലും കുഞ്ഞാപ്പൂന്റെ ചങ്ങായിമാരായിട്ട് നാട്ടുകാരായിട്ട് പെൺവീട്ടുകാരായിട്ട് 1000 മനുഷ്യന്മാരെങ്കിലും കാണൂലേ? ഉടപ്പറന്നോ മരുമോന്റെ കല്യാണത്തിന് പന്തലിടുന്ന കാര്യമാണ് ഈ പറയണത്. കല്യാണം ആരുടെ? എന്റെ വിശ്വാസം പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ആചാര്യ ഹൃദയം ഒരു പുഷ്പമാണെന്ന്. ഇത്തിരിക്കോളം വെയില് മതി അതങ്ങ് പാടും. എന്നാലാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താ അതങ്ങോട്ട് പുഷ്പിക്കും. ലേശം കോയിക്കാട്ടം കൂടെ ഇട്ട് കൊടുത്താൽ അത് നല്ലതുപോലെ മിണ്ടാണ്ടിരിക്കണ ബലാലെ. കുഞ്ഞാപ്പു പ്രേമിക്കണ പെൺകുട്ടീന്റെ വീട്ടിൽ ചെന്ന് കണ്ട് നിക്കാഹ് ഉറപ്പിച്ചിട്ടാണ് മൂപ്പര് വന്നിരിക്കുന്നത്. പണ്ട് കുഞ്ഞുനാള് ഓത്തുപള്ളി പഠിക്കുമ്പോ പഠിക്കാതെ വന്ന എന്നെ ഉസ്താദ് തല്ലി. എന്റെ കരച്ചില് കണ്ട് വിഷമിച്ച് ഞാൻ ചതിക്കുഴി കുഴിച്ച് ഉസ്താദിനെ വീഴ്ചതോർമ്മയുണ്ടോ നബീസു? അപ്പൊ മുതലാളിക്ക് ഈ പരിപാടി അന്നേ ഉണ്ടാണ്ടിരിടാ നമുക്ക്. എന്താ കുട്ടികളെ നിങ്ങൾ പന്തം കണ്ട പ്രചാരപ്പെട്ട് നോക്കിക്കണത്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ മാമ ഈ കുടീന്റെ പടി കയറി വന്നത്. കുടിക്കാൻ പല ചായേ സുലൈമാനിയ എന്തെടുക്ക്. എന്നോടും മക്കളോടും പൊറുക്കണം. എന്റെ മോൻ നിക്കാഹ് കഴിക്കാൻ തീരുമാനിച്ചല്ല.
ഓനിക്കാൻ ഒത്തിരി പള്ളു പറഞ്ഞിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. ഇല്ല നബീസ്, ഓ മിടുക്കലാണ്. എനിക്കറിയോ, ഓ നമ്മളെ പൊളിച്ച ചീത്ത വിളിക്കുമ്പോഴും പള്ളു പറയുമ്പോഴും ഓ നമുക്ക് പെരുത്ത് ഇഷ്ടമായിരുന്നു. കൈ വളരണുണ്ടാ കാല് വളരണുണ്ടാന്ന് നമ്മള് ദൂരത്തിരുന്ന് നോക്കി കാണുമായിരുന്നു. മുതലാളി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുമായിരുന്നു, എന്ത് ഓന്റെ കയ്യും കാലും ഒരു പൊടിക്ക് കൂടുതൽ വളരുന്നില്ലേന്ന്. ദേ, ഈ നിക്കണ നമ്മുടെ മോനെ പോലും നമ്മൾ ഇത്ര സ്നേഹിച്ചിട്ടില്ല. വഴക്ക് മതി, ജിന്നെ വിഷമിപ്പിക്കരുത്. നബീസു, എവിടെ നമ്മുടെ അനന്തരവും കുഞ്ഞാപ്പു? ഓനിവിടെ അകത്തുണ്ട്. കുഞ്ഞാപ്പൂ, ദേ നിന്റെ മാമൻ വിളിക്കണ. കുഞ്ഞാപ്പു, ഈ മാമയോട് പൊറുക്കോടാ. പുറത്തുനിന്ന് പറയണ മോനെ. മോളെ ഇത് അക്രമല്ല, ലോകം കൂറുന്നതാ. മാമി എപ്പോഴാ നമ്മളോട്ട് ലോകത്തിലായത്? ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക്. മോളെ ആചാര്യ ഇങ്ങടെ കുടുംബമായിട്ടുള്ള കച്ചറയൊക്കെ തീർന്ന്. അന്റെ നിക്കാഹ് ഈ കര കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ നിക്കാഹായിട്ട് ഈ മാമ നടത്തും. എന്റെ നിക്കാഹോ? എന്റെ നിക്കാഹ് എപ്പോഴാ കഴിഞ്ഞു മാമ? കഴിഞ്ഞ എന്നാ ഇവന്റെ മൊയ്ന്ത ഇങ്ങനെ അടിക്കണത് ഇങ്ങനെയാണ്. ഇതാണ് കറക്റ്റ് അടി. മുതലാളി ഇതെങ്ങനെ പഠിച്ചു? നാട്ടുകാര് ശ്രദ്ധിക്കുന്നു. ഇന്ന് അടിച്ചോളി. എത്രയായി? 25. ഇത് എടുത്തോളി. ഇത് നമ്മുടെ വരുമ്പോൾ ഇവനും കൊടുക്കുന്നു മുന്തിരി. മുന്തിരി ആകുമ്പോ സാക്രി ഉണ്ടാവും. ഇവനും യവന്റെ കൂട്ടുകാരന്മാരിക്കും ഇഷ്ടം പോലെ ഐസ്ക്രീം കൊടുക്കും. കാശ് ആചാര്യ തരും. പിന്നെ കുഞ്ഞാപ്പൂ, ദിവസങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വിളിക്കേണ്ടവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കണം, കല്യാണ കുറി അടിക്കണം. പിന്നെ ചരക്കെടുക്കേണ്ട എവിടെ നിന്നാണെന്ന് നീയും പെൺകുട്ടിയും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇതെന്താ ഇപ്പൊ ചർച്ച ചെയ്യാൻ? നിയമസഭാ സമ്മേളനമല്ലോ. അതേടാ, നിയമസഭാ സമ്മേളനത്തെക്കാൾ വലിയ സമ്മേളനമാണ് നിക്കാഹ്. അതാടാ മുരളി എന്റെ നാട്ടു നടപ്പ്. അവര് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരുമിച്ച് പോയി ചരക്കെടുക്കണം. പെണ്ണ് കേട്ട താനക്ക് ഇതുവരെ അറിയോ? നാളെ തന്നെ റസിയെ പോയെന്ന് കാണണമേ. റസിയ മനസ്സിലായില്ലേ? ഈ കിട്ടാൻ പോണ പെണ്ണ്. Here I go now to meet the girl and let me feel the heat and let me take a feet in front of her for more and for the care and the fate and let me get a love. Now good God gracious, just let me take she's got time and just wanna go run my love, my love, my love. Will she be the one who I wanted to love? Go. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് കാത്തോളണേ. ഹായ് കുഞ്ഞാപ്പൂ, ഹലോ. കൃത്യസമയത്തിന് എത്തിയല്ലോ. ചന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മക്കൊക്കെ എന്ത് വിശേഷം? ഇരിക്കടി, ഈ പെണ്ണിന്റെ ഒരു നാണം. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അല്ലേ? അതാ കുട്ടിയുടെ ഏക പേടി അല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. കുഞ്ഞാപ്പൂ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കുഞ്ഞാപ്പൂവും കുഞ്ഞാപ്പൂവിന്റെ മാമ ബാബാഹാജിയും തമ്മിൽ യോജനയായി. ഇവന്റെ ഉമ്മ പറയുന്നത് ഇവൻ കെട്ടാൻ പോണ പെണ്ണിന്റെ ഐശ്വര്യം കൊണ്ടാണ്. ഇല്ലടാ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ. ചന്ദ്ര, ഒന്നിങ്ങ വന്നേ, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടണ്ടേ? പിന്നെ വാ, വാ, എല്ലാവരും വിളിച്ചു. അല്ല, നല്ല ചൂടുണ്ടല്ലേ? ഞാന് റസിയെ കണ്ട് കല്യാണത്തിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാ. ഫാത്തിമ പറഞ്ഞു ഡ്രസ് എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ? അതെ. ഏതെങ്കിലും നല്ല കടയിൽ നിന്ന് വാങ്ങണം. കോഴിക്കോടുന്നോ തിരൂരിന്നോ ഒക്കെ.
അതിലെന്ത് ഇത്ര ആലോചിക്കാനുള്ളത് കുഞ്ഞാപ്പുക്ക? അല്ല അത് റസിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട്. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. കല്യാണത്തിന് മുമ്പും ആദ്യ നാളുകളിലൊക്കെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും, പിന്നെ ഒക്കെ കണക്കാം. അയ്യേ, ഞാൻ ആ ടൈപ്പല്ല. അതെനിക്കറിയാം. ഫാത്തിമ എന്നോട് കുഞ്ഞാപ്പുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണേ. ഹാ. പിന്നെ കുട്ടി, ഞാൻ കല്യാണ തീയതി ഫിക്സ് ചെയ്ത് ആ സുദിനം വരാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് അത്രയ്ക്ക് ശരിയാണോ? ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണേ. എന്റെ അറിവിൽ നാട്ടിൻപുറത്തുകാരിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഫാത്തിമേനോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഫാത്തിമ, ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. അത് എന്നെ അല്ലേ? ആ കുട്ടി എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. ഓളെന്താ പറഞ്ഞേ? ഓളൊരുമാതിരി മോനെ വെച്ച വർത്താനോ നോട്ടോ. എന്റെ കുഞ്ഞാപ്പു അത്ര പാവായി പോയില്ലോ. കുഞ്ഞാപ്പു ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ദേ, കല്യാണം കഴിഞ്ഞ ഈ മൂടൊന്നും കിട്ടില്ല കേട്ടോ. മോനെ കുഞ്ഞാപ്പു, കട്ട് തിന്നുന്നതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണേ. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഇത് 21-ാം നൂറ്റാണ്ടാ കുഞ്ഞാപ്പു. എന്തിനാ എത്ര പേടിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തിനാ ഒരു ഫോർമാലിറ്റി? ഫാത്തിമ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. എന്തേ, കുട്ടിക്ക് കുഞ്ഞാപ്പൂനെ അറിയില്ല. കാര്യം പോലീസ് കേസ് അലമ്പൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുഞ്ഞാപ്പൂന്റെ മോറൽ സൈഡ് പെർഫെക്റ്റ്. ഇത് വല്ലതും ആ റസി അറിഞ്ഞ കുട്ടി എന്ത് കരുതും? പിന്നെ കുഞ്ഞാപ്പു ഓളെ കെട്ടി കണ്ണാടി കൂട്ടി ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാ. ആരെ കെട്ടി? റസിയെ കെട്ടി. അത് റസിയല്ലേ? അതിനിടയ്ക്ക് ഇതിനെന്താ കാര്യം? ദേ, കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്താ കാര്യം? ദേ പിന്നെ ഫാത്തിമ, ഞാൻ കെട്ടാൻ പോകുന്ന റസിയല്ലേ, ഈ കുട്ടി അല്ലല്ലോ. ഇതാണ് റസിയ. ഇതല്ല റസിയ. എന്റെ കുഞ്ഞാപ്പു, ഇതാണ് റസിയ. കുഞ്ഞാപ്പു കെട്ടാൻ പോകുന്ന പെണ്ണ്. അപ്പൊ ശരിക്കുള്ള റസിയ? ഇതിൽ ശരിയും തെറ്റും ഒന്നുമില്ല. കുഞ്ഞാപ്പു എന്നോട് വന്ന് ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം, ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം. റസിയ, വാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എന്തേ? എനിക്ക് മനസ്സിലായി. ഫാത്തിമ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വെറുക്കനെ ഓരോരുത്തരെ മക്കാറാക്കും. ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി ശരിക്കുള്ള റസിയ വിളിക്കും. ശരിക്കുള്ള റസിയ ദാ ഈ കുട്ടിയാണ്. ആ കുട്ടി. ഇതാണോ കുഞ്ഞാപ്പു പറഞ്ഞ പെൺകുട്ടി? അതെ, ഇതാണ് ഞാൻ കണ്ട റസിയ. അയ്യോ കുഞ്ഞാപ്പു, ഇത് റസിയല്ല, സുനന്ദ നായർ. കുഞ്ഞാപ്പുന് തെറ്റിയതാ. ഓള് ഞങ്ങളുടെ കോളേജിലെ ഒപ്പന ട്രൂപ്പിലുള്ളതാ. അന്ന് വീട്ടിൽ വന്നപ്പോ തട്ടൊക്കെ ഇട്ട് ഒപ്പന കളിക്കാൻ കൂടിയെന്നേ ഉള്ളൂ. അത് കണ്ട്. അപ്പോ മുസ്ലിം കുട്ടി അല്ലല്ലേ? അല്ല, നല്ല നായര് കുട്ടിയാ. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചിട്ടേ നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. എനിക്ക് നിക്കാഹിന് സമ്മതമല്ല. നമ്മള് ഈ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കും. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത നിക്കാഹിന് നിർബന്ധിക്കരുതെന്ന് പറ മോലിയാരെ. ആണുങ്ങൾ സംസാരിക്കണത് ഈ ഇടപെടരുത്. 23 വർഷങ്ങൾക്ക് ശേഷം ഒരു പച്ചക്കറി കൊട്ടയും കൊണ്ട് ഇയാള് നമ്മുടെ കുടിന്റെ പടി കടന്നപ്പോഴേ നമുക്ക് അറിയായിരുന്നു ഇയാള് നമ്മളെ പറ്റിക്കുന്നു. ഓൻ ചതിയനാ മോലിയാരെ. ഓന്റെ ചരിത്രം നമ്മളിവിടെ വിസ്തരിക്കണോ? മോളെ, ഈ ഉമ്മാനെ വിളിച്ചിട്ട് അകത്തോട്ട് പോയി. എന്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടീനെ ഓൻ കെട്ടൂല. ഓനെ നിർബന്ധിക്കരുതെന്ന് പറ മോലിയാരെ. കുഞ്ഞാപ്പ അനക്കെന്താ പറയാനുള്ളത്? ഈ നിക്കാഹ് നടത്താനാണ് നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിക്കുന്നതെങ്കിൽ സത്യമായിട്ട് നിക്കാഹ് രാത്രി ഞാൻ ഇയാളുടെ വീട്ടിന് മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവും. എന്തിനാണ് എന്റെ വീട്ടിന് മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവണത്? നിങ്ങളോട് പെണ്ണാലോചിക്കാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇപ്പൊ പൂട്ടിയിട്ട് മൊയിലേരേവല്ല ഈ ചട്ടവും പറഞ്ഞ് നിക്കാഹ് ഒഴിവാക്കാൻ നോക്കട്ടെ. അവനെ വെറുതെ വിടരുത്. ആചാര്യ, ഓൻ പറയുന്നതിനും കാര്യമില്ലേ? ഓൻ പറയാതെ ഓന് പെണ്ണാലോക്ക് നിങ്ങൾ എന്തിനാ പോയത്? നമ്മള് പോയതല്ല, നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. ആര് നിർബന്ധിച്ച്? പെണ്ണന്വേഷിക്കാൻ ഈ ബീരാനോട് പറഞ്ഞിരുന്നാ? പറഞ്ഞു. അതിന് നിങ്ങൾ എന്തിനാ പോയത്? ഞമ്മള് കഴിഞ്ഞ ആഴ്ച താനൂർ കൃഷി ഓഫീസിൽ ജാതിത്തൈ വാങ്ങാൻ പോവാൻ നിൽക്കുമ്പം ഇവൻ എന്റെ കുടിയിൽ വന്ന് ജാതിത്തൈ വാങ്ങാൻ പോണ ജീപ്പില് ഓനും കൂടി വന്നോട്ടെ, താനൂര് ഓനൊരു പെണ്ണന്വേഷണം ഉണ്ടെന്നും പറഞ്ഞു. ജീപ്പിന്റെ ഔത്താണ് ജാസ്തി ഇടവുണ്ടല്ല. എന്നാ ഈ പോന്നോളി, എനിക്ക് ജാതിത്തൈയും മേടിക്കാം, എനക്ക് പെണ്ണും അന്വേഷിക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ജാതിത്തൈ എത്ര മേടിച്ചില്ല. കൃഷി ഓഫീസിന് മുമ്പിൽ ജാതി ചോദിക്കരുത് പറയരുതെന്ന് എഴുതി വെച്ചിരിക്കണം. കണ്ട് തിരിച്ചിഞ്ഞു പോന്ന്. അത് കലക്ക് പോലാളി. ബീരാനെ, സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞോളി, അതാ നിങ്ങൾക്ക് നല്ലത്.
ഒരു പെൺകുട്ടിയുടെ അവളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഇത്. കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെ കാര്യത്തിൽ നിരപരാധിയാണെന്ന്. അതിനാളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിന് പറയണം? ഓ കണ്ണീരോട്ട് എഴുതി കാണിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ എല്ലാവർക്കും എന്റെ നിരപരാധിത്വം മനസ്സിലായല്ല. നിങ്ങളിങ്ങനെ വട്ടമേശ സമ്മേളനം കൂടി നിൽക്കണ്ട. ഇവരെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കാൻ നോക്ക്. പോയിട്ട് അപ്പൊ തിരക്കൊണ്ട് വരട്ടെ പക്ഷേ മൈലിയാരെ. താൻ എന്ത് കളി കളിച്ചാൽ ഈ ദുനിയാവിൽ തന്റെ മോളെ അല്ലാതെ കുഞ്ഞാപ്പ് വേറെ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കൂല. അയ്യേ കുഞ്ഞാപ്പ് മൊയിലാലിയെ പോലെ ഓ ഉച്ചിനുള്ള ഒരു വേറൊന്നും വിചാരിക്കരുത്. മുതലാളി ആ തൊടിയിൽ മറക്കിരിക്കാൻ പോവുക. നമുക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ആ ഉമ്മർ ഇരിക്കി. ഇതാണ് കുഞ്ഞാപ്പു, നിങ്ങളുടെ മോളെ ഇവന് വേണ്ടി ആലോചിച്ചത്. എന്റെ കല്യാണം ആലോചിക്കാനൊന്നും ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു വിലാസം കൊടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ അപ്പോഴേക്കും ഇവരെല്ലാരും കൂടെ പോയിട്ട് കല്യാണ തീയതി ഉറപ്പിച്ചിട്ട് വന്ന നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ലേ? അതെ. ഇത് എന്ത് നാട്ടുകടപ്പാ ഉമ്മറേ? ചെക്കനെ കാണാണ്ട് സംസാരിക്കാണ്ട് വേണോ പെണ്ണിനെ നിക്കാഹ് ഉറപ്പിക്കുന്നത്? അതൊക്കെ പറഞ്ഞു മയ്യാരെ. അപ്പൊ ഇയാളും ഹാജിയാരും പറഞ്ഞത് പെണ്ണും ചെക്കനുമായിട്ട് 16 വർഷമായിട്ട് അടുപ്പത്തിലാണ്. കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു ഒളിച്ചോടി പോകുക പോലും ചെയ്യുന്നു. കണ്ടോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? 16 വർഷം പോയിട്ട് 16 ദിവസം പോലും ആയിട്ടില്ല ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട്. പിന്നെ എങ്ങനെ പ്രേമിക്കാനാ? എല്ലാത്തിനും കാരണക്കാരൻ ഇയാളെ വെറുതെ വിടരുത്. കുഞ്ഞാപ്പു നിർത്ത്. ഹാജിയാരെ, പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. ഉമ്മർ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഹാജിയാർക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ഒഴിയാൻ പറ്റില്ല. ഒന്നുകിൽ കുഞ്ഞാപ്പുവിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ റസിയയ്ക്ക് അനുയോജ്യനായ ഒരു വരനെ ഹാജിയാര് തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞുറപ്പിച്ച തീയതിക്ക് കല്യാണം നടത്തി കൊടുക്കുക. അതാണ് തറവാടിത്തം. അതാണ് ശരി. ഇനി ആ കുട്ടിക്ക് പറ്റിയ ചെക്കൻ നമ്മളെവിടെ പോയി കണ്ടുപിടിക്കാൻ? മൊയിലാളി എന്റെ മണ്ടയിൽ ഒരു കുത്തി മിന്നുന്നുണ്ട്. മൊയിലാളിയുടെ മകൻ ചെയ്തിന് വേണ്ടി മൊയിലാളി പെണ്ണിനെ നടക്കില്ലേ? ഓനെ കൊണ്ട് റസിയാനെ കെട്ടിച്ചാലോ? തൊട്ടുപോകരുത്. സലാഹുദ്ദീൻ പറഞ്ഞാണ് കറക്റ്റ്. അതാണ് അതിന്റെ ശരി. ഹാജിയാരെ, നമുക്ക് ആ വഴിക്ക് കൂടി ഒന്ന് ആലോചിച്ചാലോ? അതിന് പെൺകുട്ടി സമ്മതിക്കണ്ടേ? പെൺകുട്ടിയുടെ സമ്മതോട് നിങ്ങൾ ബേജാറാവണ്ട, അത് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഇനി പടച്ചോനെ സാക്ഷി നിർത്തി ഇമ്മളൊരു സത്യം പറയട്ടെ. ഇങ്ങടെ മോടെ പ്രായത്തിലൊരു പെൺകുട്ടി ഇമ്മടെ പുരയിലും ഉണ്ട്. ഇതാണ് നിങ്ങൾ പറഞ്ഞ വലിയ സത്യം. ബലാലെ ഇങ്ങടെ മോളെ ചതിക്കാൻ ഇമ്മക്ക് മനസ്സ് വരുന്നില്ല. മൊയിലേരെ ഉമ്മറെ മാഷെ, ഇമ്മടെ മോന് ഒരു സാമ്പത്തിക ജീവിതം പറഞ്ഞിട്ടില്ല. സാമ്പത്തികമല്ല മൊയിലാളി, ദാമ്പത്യം. മുണ്ടാട്ടിട്ടാ അത് കൂട്ടൊരു ജീവിതം ഇനി ഓന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതെന്താ ഹാജിയാരെ? ഈ അടുത്ത കാലത്ത് ഒരു മരുന്ന് മാറിക്കഴിച്ച് അതോടെ ഓന്റെ ഊർജം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതേത് മരുന്ന്? മാമാ, സയ്യിദ് എന്റെ മച്ചാനാണ്. അവന്റെ ജീവിതം കോഞ്ഞാട്ടാവുന്നതും നോക്കി കൈയും കെട്ടി നിൽക്കാൻ ഈ കുഞ്ഞാപ്പൂന് പറ്റൂല. പരിഹാരമുണ്ട്. മൊയിലാരെ, ഹാജിയാരുടെ മോന്റെ കാര്യം തന്നെ ഉറപ്പിക്കാം. ഈ പറഞ്ഞ തീയതിക്ക് തന്നെ നിക്കാഹ് നടത്തിക്കളയാം. കണ്ടില്ലേ ദൈവം ഓരോ വഴികൾ തുറക്കുന്നത്. സമുദായ നിയമം അനുസരിച്ച് ചോദിക്കുക, കുഞ്ഞാപ്പു ഈ നിക്കാഹിന്ന് ഒഴിയാണല്ലോ. അതെ. അപ്പൊ പിന്നെ നമ്മളിനി നിൽക്കണില്ല. മൊയിലാളി ചെയ്തിനോട് പറയണം, ഈ മരുന്ന് കഴിക്കുമ്പോ പെരുത്ത് വെള്ളം. എന്തായി? ഇപ്പൊ ശരിയാവും. ഷോക്കപ്സ് കേൾക്കണോ? ഷാക്കസ് ബാർബറിന് വലിയ പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഡ്രൈവർ ഒത്തിരി കാലാവില്ല ഹാജിയാരൊന്ന് മക്കാറാക്കിയിട്ട് ചെറുക്കനെ ഒരു ഡോസ് കൊടുക്കാം. അല്ല, ഈ ഹാജിയാര് കാരണമുള്ള എല്ലാ പുലിവാരും ഉണ്ടായത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ. രവിയേട്ടൻ ഗിയർ ബോക്സ് നന്നാക്കുന്നവരെ എന്ത് പണിയാ അവിടെ ഉള്ളത്? രവിയേട്ടാ, ഇവന്റെ സെക്കൻഡ് ഗിയറിനൊരു സ്ലിപ്പിംഗ് ഉണ്ട്, ഒന്ന് നോക്കിക്കേ. അതൊക്കെ ചെയ്തോ? ഒരു കാര്യം ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കൂ. എന്താണ്? സാജിറായുടെ മൊബൈൽ നമ്പർ പുതിയതാണോ അതോ പഴയതാണോ? വേറെ ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചല്ല ഞാൻ. ഇതാ ഡോറ്, ഇവിടെ കയറാം. ഇനി ഞാൻ പറഞ്ഞുതരാം. സ്റ്റിയറിംഗ് അതിപ്പോ കാര്യത്തിനൊന്നും വിചാരിക്കരുത്. സെൻട്രൽ ബോൾട്ട് നെറ്റ് അയച്ചിട്ടിരിക്കുക, നീ വണ്ടി എടുക്കല്ലേ? ഇതിന്റെ നെട്ടൊക്കെ നമ്മൾ വൈകുന്നേരം വന്ന് മുറുക്കിക്കോളാം. എനിക്ക് വേറെ ചില നട്ടുകൾ മുറുക്കാനുണ്ട്. തലക്ക് വട്ടായോ? നീ എന്താടാ അവനോട് ചോദിച്ചത്? ഞാൻ സാജറാന്റെ മൊബൈൽ നമ്പർ മാറിയോന്ന് ഓരോടത്ത് ചോദിച്ചു. കേട്ട മതി കേൾക്കാത്ത മതി ഓ വാണം വിട്ട പോലെ പോയത് കേട്ട. ഇന്ന് കാജിയാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവൂല. സാഹിറ അവിടെ നില്ലേ? എന്റെ മൊബൈൽ ഫോൺ അവിടെ. ഇങ്ങതാ ബാപ്പയ്ക്കൊന്ന് ഫോൺ ചെയ്യണം.
ബാപ്പ നോക്കിയപ്പോ ഇവിടെ ഫോൺ ചത്തിരിക്കുക. ഞാനിപ്പം വിളിച്ചതാണല്ലോ. സലോദന നമ്പറും കൂട്. 98 47 77 14 47 63 66 17 53 48. എന്താ എന്താ ഒന്നുകൂടെ പറഞ്ഞേ. അക്കങ്ങൾ കൂടിപ്പോയെങ്കിൽ രണ്ടെണ്ണം കുറച്ചോളി. ഇതാരുടെ നമ്പറാ? നമ്മുടെ പ്രശ്ന മാനേജർ ഉണ്ടല്ലോ, ആര്യയുടെ മുഹമ്മദ് നായിരി. ഇപ്പോഴും നിനക്ക് ഓനോട്ട് ബന്ധമുണ്ടല്ലേ? ഈ അറിഞ്ഞ അവൻ ഈ സലാഹുദ്ദീനോട് വർഷ പഠിക്കോ ചോദിക്കാണ് സാഹിറയുടെ നമ്പർ മാറിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നേരാണോടി, അനക്ക് ഇപ്പോഴും ഓനുമായി ബന്ധമുണ്ടോ? ഉണ്ട് താത്ത, ഓൻ ചന്ദ്രനെ കൊണ്ടാ ചോദിപ്പിച്ചത്. ബുദ്ധി സാഹിറ അവിടെ നിക്ക്. ഇനി ബസ്സിൽ പോണ്ട. കൃഷ്ണക്കുട്ടി കൃഷ്ണക്കുട്ടി കൃഷ്ണൻകുട്ടി പണ്ടാരവടങ്ങ. എന്ത് മുതലാളി? ഈ തിങ്ങളെ കൊണ്ട് കോളേജിൽ വിട്. വഴിയിൽ ഒരിടത്ത് നിർത്തരുത്. അല്ല മുതലാളി, അപ്പൊ പോലീസുകാർ കൈ കാണിച്ചു. പോലീസുകാർ കൈ കാണിച്ചാ നിർത്ത്. നിർത്തിക്കോ, പോയി ജീവിക്കറി. കലക്കി. ഇതിനൊക്കെ പകരം തരാം. നമ്മളിനി എത്ര ജന്മം ജനിക്കണം? എന്താടാ വില? മുതലാളി കുഞ്ഞാപ്പ് വിളിക്കുന്നുണ്ട്. ഓഫാക്കട. ഓനെന്തിനും നമ്മളെ വിളിക്കണത്? അയ്യോ, ഓ മുതലാളിനല്ല, സാജിറാനാണ് വിളിക്കുന്നത്. കോളേജിൽ പോയില്ലേ? ഓ മുതലാളിയുടെ ഒരു മറവി. മുതലാളി ഫോൺ സാജിറാന്റെ കയ്യിലാണെന്ന് വിചാരിച്ചാണ് ഫോൺ വിളിക്കണത്. മുതലാളിയുടെ കയ്യിലാണ് ഫോണെന്ന് വിവരം ഓരോ അറിയില്ലല്ല. ഞാൻ സ്പീക്കർ ഫോൺ ഓൺ ചെയ്യാം. ഓൻ എന്താണ് പറയണെന്ന് നമുക്ക് കേൾക്കാമല്ല. എന്റെ പഞ്ചാരമുത്തെ, ഇന്നലെ നിന്റെ ആ ഇരണംകെട്ട തന്ത ഇബ്ലീസ് ഹാജി കൂടെ ഉണ്ടായിരുന്നോണ്ട് ഒന്ന് വർത്താനം പറയാൻ കൂടി പറ്റിയില്ല. നിന്നെ ഒന്ന് കാണാനും മിണ്ടാനും കൊതിയാവുന്ന പൊന്നേ. ആ പന്നീന്റെ മോന്റെ മോറ് നോക്കി അനക്ക് ബാപ്പാന്ന് വിളിക്കാൻ എങ്ങനെ തോന്നുന്നു എന്റെ കരളെ? അയാൾക്ക് വല്ല പരാമറോ എക്കലക്സോ കലക്കി കൊടുത്തങ്ങ് കൊല്ലടി. ബാക്കി ഞാൻ എന്റെ പഞ്ചാരമുത്തിനോട് നേരിട്ട് പറയാം. പിന്നെ മറക്കണ്ട, ഇന്ന് നൂൺ ഷോ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രീദേവി മൂവീസിൽ. നല്ല സ്വയംഭ പടവാ. സിനിമേന്റെ പേര് ഒരു പേര് പറടാ. അവന്റെ മദാലസകളുടെ പരദീസ. രേഷ്മ ചേച്ചിയും മറിയ ചേച്ചിയും ഷക്കീല ആന്റിയും ചേർന്ന് അഭിനയിച്ച ഫാമിലി പടമാണ്. ഇന്ന് നമ്മൾ ആ പടം കൊണ്ട് ഇന്നാ പറഞ്ഞ സലാഹുദ്ദീനെ വണ്ടി എടുക്കടാ. എവിടെയാണ് തിയേറ്ററിന്റെ പേര്? മറന്ന്. തിയേറ്ററിന്റെ പേരാ? അല്ലോ, ഞാനും മറന്നു. പിക്ചറിന്റെ പേരെന്താണ്? മദാലസകളുടെ പരദീസ. മസാല ദോശ. വണ്ടി എടുക്കടാ. മനസ്സിനെ പത്തിരി കൊയ്ക്കറി നിന്നാണ്ട് ഈ മണ്ടെന്ന് പിക്ചർ കാണാൻ പോവാണ്. മസാല ദോശന്റെ മാങ്ങാത്തൊലി. നിങ്ങൾ വന്നാൽ വണ്ടി എടുക്കടാ. അങ്ങനെ ഇന്നത്തേക്ക് ഇബ്ലീസ് ഹാജിയാർക്ക് പടിയായി. അസോസിയേഷന്റെ ഓഫീസ് ആണല്ലോ. ഹലോ, ജനറൽ സെക്രട്ടറി കുഞ്ഞാപ്പു സ്പീക്കിംഗ്. ബ്ലഡോ? എവിടെ? മലബാർ ഹോസ്പിറ്റൽ. ഞങ്ങള് മലബാർ ഹോസ്പിറ്റലുണ്ട്. ഏത് ഗ്രൂപ്പാ? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏറ്റെന്നേ. നീ വന്നേ, കുറച്ച് ചോര വേണം. ഇത് എന്റെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്താണോ സിസ്റ്ററെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് വേണം കേട്ടോ. സോറി, ഞാൻ മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്. വൃത്തിയായിട്ട് പറയുന്നു. തനിക്ക് പ്രേമുണ്ട്, എനിക്കെന്ത് വേണം? ഇനി ഇതുപോലെ ബ്ലഡിന് ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് ബന്ധപ്പെടാനാ. അയ്യോ, അതാണോ? ഞാൻ കരുതി സിസ്റ്റർക്ക് എന്നോട് അനുരാഗം അങ്കുരിച്ചു എന്നാ വിചാരിച്ചേ. ക്ഷമിക്കണേ സിസ്റ്ററെ. അമ്മേ, ഗ്രഹപ്പഴക്കാരൻ തലമുടി കെട്ടി ചെയ്തപ്പോ കല്ലുമഴ വൈതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതാണിത്. ഈ മാസം 8ാമത്തെ തവണ ഞാൻ ഈ ബ്ലഡ് കൊടുക്കുന്നത്. അല്ല, ഓ നെഗറ്റീവുകാരൻ ഈ ഡിസ്ട്രിക്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതാ കുഴപ്പം പറ്റിയത്. എന്റെ തലവിധി. പേഷ്യന്റിന്റെ ആൾക്കാർ തന്നതാ. അയ്യോ, പണത്തിനായിട്ടല്ല സിസ്റ്ററെ. രക്തം വിൽപ്പന തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ തുടരെ പോകേണ്ടി വന്നാൽ ചിലപ്പോ അത് വേണ്ടി വരും. എന്റെ രക്തത്തിന്റെ വിലയായത്. ഇതെന്താ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ഒരു സമ്മതിച്ചില്ല. നിർബന്ധിച്ചപ്പോ ഞാനിങ്ങ് മേടിച്ചോണ്ട് വന്നു. എന്ത് കളിയായത്? സിസ്റ്ററെ, അതെ, പൈസക്ക് വേണ്ടിയല്ല. ഈ രക്തം ദാനം ചെയ്യല് ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ കാശങ്ങ് തിരിച്ചു വാങ്ങിക്കണം. ഞാനല്ല, 103 പേഷ്യന്റിന്റെ ആൾക്കാർ തന്നതാ. 103